കാത്തിരിക്കാം അടുത്ത മഴയ്ക്കായി. നമുക്ക് കാത്തുവയ്ക്കാം ഓരോ തുള്ളി ജലവും നാളേക്കായി. നാടകം ഇഷ്ടായോ? നന്നായോ? നാടകം നന്നായിന്ന്. ഇത് ആദ്യമായിട്ടാണ് അവരിന്ന് കളിക്കുന്നത്. അവരെ ക്ലാസ് റൂമിലൊക്കെ കളിച്ചിട്ടാണ്. പിന്നെ ചെറിയ കുട്ടികളാണ്. അവർക്ക് എന്നാലും നന്നായിട്ട് നാടകം നന്നായി, ഉഷാറായി. എല്ലാവരും വന്നേ നന്നായി വാ. നാടകം നന്നായി എന്നാ പറയുന്നത്. അപ്പൊ നമുക്കൊരു താങ്ക്സ് പറയണ്ടേ? അപ്പോ നാടകം കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഈ പ്രോഗ്രാം മൊത്തം ഇപ്പം ഈ നാടകം കളിച്ചുകൊണ്ട് നമ്മളെല്ലാവരും നന്നാവുക, നാളേക്ക് മുതൽ സമൂഹം മൊത്തം മാറി എല്ലാവരും നല്ല രീതിയിലാവുമല്ല. നമ്മളിത് ചെയ്യുമ്പോൾ ഇപ്പോൾ കുട്ടികളിത് ചെയ്യുമ്പോൾ ഒരു നാടകം കളിച്ചാൽ അവരുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ചിന്ത വരും. ശരി, ഞാൻ വെള്ളം വളരെ സംരക്ഷിക്കേണ്ടതാണ്, നമ്മുടെ കുന്നുകളും പുഴകളും മരങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ചെറിയൊരു മാറ്റം സംഭവിക്കാം. ഇത് കുട്ടികൾ നാടകം കളിച്ചിട്ട് സമൂഹത്തെ നന്നാക്കല്ല, നാടകം കളിക്കുമ്പോൾ അവരുടെ ഉള്ളിലാണ് മാറ്റം വരുന്നത്. അത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയുടെ പുറത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, യൂറോപ്പിലൊക്കെ സംഭവിക്കുന്നത് ഒരു 7ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നടക്കുന്നത് അതിൻ്റെ മീഡിയം നാടകമാണ്. നാടകം കളിച്ച് അവിടെ വേറെ സ്കൂളിൽ പോയിട്ട് വേറെ പഠിപ്പിക്കല്ല, എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് നാടകത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവരിത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക്. നമ്മളിത് ഇന്നത് ചെയ്യുമെന്ന് പറയണേക്കാൾ ഇതവർ ചെയ്ത് പഠിക്കുമ്പോൾ അവർക്ക് ആ ഒരു ആശയം അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. അതൊരു വിദ്യാഭ്യാസ പ്രവർത്തനമാണ്.
അതായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാമങ്ങളിൽ വീടിൻ്റെ മുമ്പിൽ നാടകം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ്. എന്തായാലും നാടകം കഴിഞ്ഞു. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതൊരു സന്ദേശമാണെന്ന്. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടി, ഞങ്ങളിവിടെ നാട്ടിൻപുറത്ത് പോയിട്ട് നാടകം കളിച്ച് അവിടെയുള്ള ഏറ്റവും പ്രായം ചെന്ന, അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രായം ചെന്നുള്ള മരം ഇതാണ്. ഈ മരമുത്തശ്ശനെ ആദരിക്കൽ എന്നൊരു ഒരു പ്രോഗ്രാം ഉണ്ട്. ഒന്നുമില്ല, നമ്മളെല്ലാവരും മരം കണ്ണിൻ്റെ മുമ്പിലൂടെ എല്ലാ ദിവസവും കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ വിശദമായിട്ട് മരം ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, കണ്ടിട്ടുണ്ടോ? മരം കണ്ടിട്ടുണ്ടോ? മരം കണ്ടിട്ടുണ്ടോ? മരം മാത്രമായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ പോണ വഴിക്കൊന്നും ഇങ്ങനെ നോക്കും, അതല്ലേ? അന്ന് അങ്ങനെയല്ല. എവിടെന്ന്? റബ്ബർ തോട്ടത്തുനിന്ന്. ശരി, അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മളെല്ലാവരും കൂടി ഇടയിലിരിക്കുന്ന മരത്തിനെ കണ്ടിട്ട് നമുക്ക് വായു വെളിച്ചവും മഴയൊക്കെ തരണ ഈ മരത്തിനോട് നമുക്കൊരു നന്ദി പറയണ്ടേ? അപ്പൊ മരത്തിന്റെ അടുത്ത് നമ്മൾ ചുറ്റും നിൽക്കണു. എന്നിട്ട് മരം നമ്മുടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല, ബോർഡ് അവിടെ, ആ ബോർഡ് നമ്മൾ മരത്തിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് മരത്തിനോട് നമ്മളൊരു നന്ദി പറയും. റെഡി അല്ലേ? കുട്ടികളൊക്കെ എല്ലാവരും വന്ന് മരത്തിനോട് എന്ത് പറയും? എന്താ പറയാ? നന്ദി മരമേ നമ്മൾ പറയും. അപ്പൊ തൂക്കാം, ഇവിടെ തൂക്കാം, നമ്മൾ നാളെ കേൾക്കാതെ ഇവിടെ നാളെ വിളിക്കേ. ഇവിടെ ഒരു കുട്ടി വരും, എന്റെ പേരെന്താ? അൻഷിഫാണ് അത് ചെയ്യണത്. അൻഷിഫ് എന്താ അവിടെ കയറുന്നു, എത്തില്ല, കയറുന്നു. വായിക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ മരത്തിന് നോക്കിയിട്ട് നന്ദി പറയാം. റെഡി? പറയാം. റെഡി? 1 2 3. ഒന്നുകൂടി പറയാം. ഇത് നമുക്ക് ഇട് വരാം. അപ്പൊ ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞത് കൂടിയ. അപ്പൊ നമുക്ക് ഈ പരിപാടി, ഇവിടുത്തെ പരിപാടി അവസാനിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അതിന് മുമ്പ് ഉഷാറ ഒരു പാട്ട് കൂടി പാടിയല്ലോ. ഏത് പാട്ടാ പാടാ? എല്ലാരും പറഞ്ഞോ? രാമൻ നായർക്കും ഹലോ, രാമൻ നായർക്ക് തൊട്ടമുണ്ട്. രാമൻ നായർക്ക് തോട്ടമുണ്ട് അറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു പൂച്ചയുണ്ട് അറടിപ്പൊക്കത്തില്. എന്താ പൂച്ച? എന്താ പൂച്ച? എന്താ പൂച്ച? എന്താ പൂച്ച? രാമൻ നായർക്ക് തോട്ടമുണ്ട് അറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു കോഴിയുണ്ട് അറടിപ്പൊക്കത്തില്. എന്താ കോഴി? എന്താ കോഴി? എന്താ കോഴി? രാമൻ നായർക്ക് തോട്ടമുണ്ട് അറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു സിംഹമുണ്ട് അറടിപ്പൊക്കത്തില്. എന്താ സിംഹം? എന്താ സിംഹം? എന്താ സിംഹം? രാമൻ നായർക്ക് തോട്ടമുണ്ട് അറടിപ്പൊക്കത്തില്, തോട്ടത്തിലൊരു
തോട്ടത്തിലൊരു പ്രതിമയുണ്ട് 6 അടി പൊക്കത്തില്. എന്താ പ്രതിമ? ഇതെന്തൊന്നും എന്താ ഉണ്ടാത്തത്? എന്താ പ്രതിമ? എന്താ ഉണ്ടാത്തത്? പ്രതിമ ഉണ്ടല്ലോ അല്ലേ? അയ്യോ, തെറ്റി. രാമൻ നായർക്ക് തോട്ടത്തിലൊരു ഉറുമ്പുണ്ട് 6 അടി പൊക്കത്തില്. എന്താ ഉറുമ്പ്? ഉറുമ്പ. ഹായ് ഉറുമ്പ പറയാ. ഇവർക്കറിയാം, ഇവര് കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ കൂട്ടോ, അപ്പൊ മനസ്സിലാവും. കേക്കില്ലേ? എന്താ ഉറുമ്പേ? രാമനായർക്ക് തോട്ടമുണ്ട്, തോട്ടത്തിലൊരു നായയുണ്ട്. എന്താ നായ? എന്താ പൂച്ചേ? എന്താ നായ? എന്താ പൂച്ചേ? എന്താ കാക്കേ? എന്താ കോഴി? എന്താ കുഴിയാനെ? അപ്പൊ പോരെ ഉഷാ റെഡി. അപ്പൊ വെള്ളം റെഡി ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം, എന്നിട്ട് റെഡി.